ഭർതൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത ഇന്ദുജയുടെ മൃതദേഹത്തിൽ മർദ്ദനമേറ്റ പാടുകൾ കണ്ടെത്തി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പാലോട് ഭർതൃഗൃഹത്തിൽ നവവധു മരിച്ച സംഭവത്തിൽ ദുരൂഹതകൾ ഏറെയാണ്. തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ഇന്ദുജയുടെ ശരീരത്തിൽ മർദ്ദിച്ചതിന്റെ പാടുകൾ ഉണ്ടെന്നാണ് പ്രാഥമിക വിവരം. നെടുമങ്ങാട് തഹസീൽദാരുടെ നേതൃത്വത്തിൽ മൃതദേഹത്തിൽ നടന്ന പരിശോധനയിലാണ് മർദ്ദനമേറ്റ പാടുകൾ കണ്ടത്. ഇന്ദുജയുടെ കണ്ണിന് സമീപവും തോളിലുമാണ് പാടുകൾ കണ്ടെത്തിയത്. സംഭവത്തിൽ ഭർത്താവ് അഭിജിത്ത് ദേവ് നിലവിൽ പാലോട് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. മകളെ കൊന്നു കെട്ടിത്തൂക്കിയതാണെന്നാണ് ഇന്ദുജയുടെ അച്ഛൻ ശശിധരൻ ആരോപിക്കുന്നത്. ഇന്ദുജ ആത്മഹത്യ ചെയ്യില്ലെന്നും കൊലപാതകമാണെന്നുമാണ് ഇന്ദുജയുടെ അച്ഛന്റെ ആരോപണം. ഇന്ദുജയും അഭിജിത്തും 2 വർഷത്തോളം പ്രണയത്തിലായിരുന്നു. പക്ഷേ ഇവരുടെ വിവാഹത്തിന് വീട്ടുകാർക്ക് സമ്മതമായിരുന്നില്ല. 4 മാസം മുൻപ് ഇന്ദുജയെ വീട്ടിൽ നിന്നും അഭിജിത്ത് വിളിച്ചിറക്കിക്കൊണ്ടുപോയി സമീപത്തെ അമ്പലത്തിൽ വെച്ച് താലി ചാർത്തി ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. മകളെ വിളിച്ചിറക്കിക്കൊണ്ടുപോയതിനു ശേഷം കാണാൻ അനുവദിച്ചിരുന്നില്ല എന്നും കുടുംബം പറഞ്ഞു. ഒരാഴ്ച മുന്നെയാണ് മകൾ വീട്ടിൽ വന്നത്. അന്ന് മകളുടെ ചെവിയുടെ ഭാഗത്തായി മർദ്ദിച്ചതിന്റെ പാടുകൾ ഉണ്ടായിരുന്നുവെന്നും അച്ഛൻ വെളിപ്പെടുത്തി. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച ആദിവാസി ക്ഷേമ സമിതിയും ആദിവാസി മഹാസഭയും രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് 1:30-ക്കാണ് ഭർത്താവ് അഭിജിത്തിന്റെ വീട്ടിലെ 2ാമത്തെ നിലയിലെ ബെഡ്റൂമിൽ ജനലിൽ തൂങ്ങി മരിച്ച നിലയിൽ ഇന്ദുജയെ കണ്ടെത്തിയത്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം അറിഞ്ഞതെന്നാണ് അഭിജിത്ത് പോലീസിന് നൽകിയ മൊഴി. ഇന്ദുജയെ ഉടൻ തന്നെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു.